സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഇന്നലെ മഞ്ചേരിയിൽ നടന്ന സംഭവം, ഈ നാടകം എല്ലാവരും കണ്ടു. പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും മുഴുവൻ വന്ന് മഞ്ചേരിക്കാർക്ക് തന്നെ ഒരു അപമാനമായി മഞ്ചേരിയിലെ ഭരണസമിതി. ഒരു മന്ത്രിസഭ ഒരു ഓർഡർ ഇറക്കി. ആ ഓർഡർ 2016 മുതൽ ഉണ്ട് എന്ന് ഞങ്ങളെപ്പോലെ ഉള്ളവരൊക്കെ വളരെ വ്യക്തമായിട്ട് മഞ്ചേരിക്കാരെ ഇതിൽ ഓർമ്മപ്പെടുത്തിയതാണ്. പല സമരങ്ങളിലും പല ജാഥകളിലും പല വീഡിയോകളും ഞാനടക്കം ചെയ്തിട്ടുണ്ട്. മഞ്ചേരി നഗരസഭനെ ഏൽപ്പിച്ചിട്ടുണ്ട് 2016 ശ്രീമതി ടീച്ചർ എന്നൊക്കെ ആവശ്യപ്പെട്ടതാണ്. രണ്ട് ഭരണസമിതികൾ വരുമ്പോ കേരളത്തിന്റെ മന്ത്രിമാരും ഇവരും വരുമ്പോ ഒരു മന്ത്രിമാരോട് പെരുമാറുന്ന സ്വഭാവം നിലങ്ങൾ നമ്മൾ ഭരണാധികാരി കണ്ടു. നമ്മളെ വീട്ടിൽ പെരുമാറുന്നത് പോലെയാണ് UDF നേതൃത്വം ഇന്നലെ അവരൊക്കെ വീട്ടിൽ അവരെങ്ങനെ പെരുമാറുന്നത് അതുപോലെയാണ് മഞ്ചേരിയിലെ MLA കൂട്ടരും ഇന്നലെ മഞ്ചേരി ആരോഗ്യമന്ത്രിയെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ സ്റ്റേജിൽ കയറുന്നത്. പക്ഷെ വടി കൊടുത്ത് അടി വാങ്ങാ എന്നൊക്കെ പണ്ടത്തെ കാലത്ത് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മഞ്ചേരിയിലെ നഗരസഭ അറിവില്ലാത്തവരാണ് എന്നുള്ളത് കേരള സമൂഹം ഒന്നായിട്ട് ഇന്നലെ കണ്ടു. 4 ചാനലുകളിലും അതുപോലെ പ്രാദേശിക ചാനലുകളിലും പത്രങ്ങളിലും വന്ന് ഇവിടെ ഇന്നലെ എല്ലാവരും ഇത് കണ്ടു. നമ്മൾ അന്നും പറയുന്ന കാര്യം തന്നെയാണിത്. ഇപ്പൊ നമുക്കൊന്ന് മനസ്സിലായി മഞ്ചേരിയിൽ ഇവിടെ. അപ്പോ അവിടുത്തെ ഭരണാധികാരികൾ പറയാണ് MLA ഒലക്കൊക്കെ ചിറ്റിറക്കിയമാർ ഇങ്ങനെ നിൽക്കേണ്ടതിന് മുകളിൽ നിങ്ങൾ കണ്ടു. എന്നാ ഒരു MLA പറയാം ഞാൻ അങ്ങനെയല്ല എങ്ങനെയാണ്. പക്ഷെ MLAക്കും അറിയാം, ഈ പറയുന്നവർക്ക് അറിയാം ഈ ഓർഡർ മുമ്പ് 2016 ഇറങ്ങിയിരുന്നു. ഇനി വേണ്ടത് മഞ്ചേരിയിലെ നഗരസഭയ്ക്ക് നട്ടല്ലുണ്ടെങ്കിൽ ഒരു 5-10 ഏക്കർ സ്ഥലം ഇവിടെ വാങ്ങാം. സെന്റിന് 80 രൂപ 85 രൂപയൊക്കെ ആയിട്ട് പയ്യനാട് ഭാഗത്ത് 4 ഏക്കർ 5 ഏക്കർ സ്ഥലം കിട്ടാണ്ട് അത് വാങ്ങിയിട്ട് ഇതാ ഞങ്ങൾ സ്ഥലം വാങ്ങിയിരിക്കണം. മന്ത്രി വലിയ വർത്താനം പറഞ്ഞു പോയതാണല്ലോ, നിങ്ങൾ അത് തരി, എന്നാ ഞങ്ങൾ മഞ്ചേരിക്കാർ നിങ്ങളെ അംഗീകരിക്കാം. ഒരു വിവരമില്ലാത്ത ഒരറിവുമില്ലാത്ത ഒരു 10 പൈസക്ക് പറ്റാത്ത ഒരു ഭരണസമിതിയാണ് മഞ്ചേരി നഗരസഭ ഭരിക്കുന്നത് എന്നുള്ളത് ഇന്നലെ തെളിഞ്ഞു ജനങ്ങൾക്ക്. ഇനി നിങ്ങൾ ചെയ്യാൻ പറ്റിയത് എന്താ പറയുക, ജനങ്ങളോട് മഞ്ചേരിയിലെ ജനങ്ങളെ അഭിമാനം നിലനിർത്തണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും 5 ഏക്കർ സ്ഥലം കണ്ട് പയ്യനാട് ഞങ്ങൾ വാങ്ങിത്തരാം. ഒരു 5 ഏക്കർ സ്ഥലം, നല്ല റബ്ബറൈസ് റോഡിന്റെ വക്കിന് 5 ഏക്കർ സ്ഥലം. ആ സ്ഥലത്ത് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കൂടിയ ജനറാശുപത്രി ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ 10 കോടി തരികയെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അല്ലാതെ നിങ്ങൾ ഈ മറ്റുള്ളവന്റെ തലയ്ക്ക് നിങ്ങളെ കഴിവുകേട് മറ്റുള്ളവന്റെ തലയ്ക്ക് ചുമത്തിയിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇന്നലെ ആ പൊറാട്ട നാടകം ഉണ്ടാക്കി. അത് വടി കൊടുത്ത് അടി വാങ്ങി എന്നുള്ളത് ഇന്നലെ എല്ലാവർക്കും മനസ്സിലായി. അവസാനം പറയാണ് ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കാനുള്ള അധികാരം തരും. ഒരു ജനറാശുപത്രിന്റെ കമ്മിറ്റി ഉണ്ടാക്കൽ സർക്കാരല്ല, അതായത് പ്രാദേശിക ഭരണസമിതിയാണ്. അതിനാണ് നാട്ടിലെ MLA, അതിനാണ് MP-നെ കാണാല്ല. വേറെ കാര്യം, വേറെ LDF-ന്റെ MLA-മാരെ MP-മാരെ കാണാല്ല. ഞാൻ അപ്പൊ പോസ്റ്റ് ഒട്ടിക്കണവും പ്രകടനം നടത്തുന്ന UDF നമ്മളവിടെ കാണുന്നുണ്ട്. ഒരു 10 പൈസക്ക് പറ്റാത്ത നിർജീവമായ ഭരണാധികാരികൾ വന്നാൽ ഇത് തന്നെയാണ്. അതുകൊണ്ട് മഞ്ചേരിയിലെ വോട്ടർമാരോട് പറയാനുള്ളത്, 3 മാസം കഴിഞ്ഞൊക്കെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലാണ്. ദയവ് ചെയ്ത് ഞങ്ങൾ മന്ദബുദ്ധികളാണ് അറിവില്ലാത്തവരാണെന്ന് പറഞ്ഞു നടക്കണ ഇറ്റിങ്ങളെ നിങ്ങൾ ഒരിക്കലും ജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റരുതെന്നൊരു അപേക്ഷ ഞങ്ങളോടുണ്ട്. കാരണം മഞ്ചേരിക്കാർക്കരെ ഒരു വളരെ മോശമായി ഇന്നലെ. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം. പത്രമാധ്യമങ്ങളിൽ പറയാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കേണ്ട അതായത് പ്രാദേശികമാണ്, അല്ലാതെ ഒരു ജനറാശുപത്രിക്കും സർക്കാർ കമ്മിറ്റി ഉണ്ടാക്കിയാണ്ട് ഓർഡർ മെയിലയച്ചു കൊടുത്തുകൊണ്ട് അല്ല ഉണ്ടാക്കിയത്. അതായത് പ്രാദേശിക കമ്മിറ്റികൾ ഭരണസമിതിയാണ് അത് ഉണ്ടാക്കണം. അതിന് ജില്ലാ കളക്ടറും ജില്ലാ ജില്ലാ മേധാവികളും സ്ഥലം MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അങ്ങനെയുള്ള ആൾക്കാർ ഓലുണ്ടാക്കണ കമ്മിറ്റിയാ. എന്നിട്ട് വരാം അതിന് ഞങ്ങൾക്ക് അനുമതി തരും. ഞാൻ മഞ്ചേരിക്കാർക്ക് തീരെ വിവരമില്ല എന്നുള്ളത് ഇന്നലെ ഏകദേശം മഞ്ചേരിയുടെ ചുറ്റുവട്ടത്തിലെ മലപ്പുറം ജില്ലയിലെ ആൾക്കാർ ഫുള്ള് ഇന്നലെ അത് കണ്ടു, കേരളത്തിന്റെ പുറത്തും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് മഞ്ചേരിക്കാരെ പറയിപ്പിക്കാനായിട്ട് ഇനി ഈ ഭരണസമിതിനെ അധികാരത്തിൽ കയറ്റരുതെന്ന് വളരെ വിനീതമായിട്ട് മഞ്ചേരിയിലെ വോട്ടർമാരോട് പറയാം. കേഞ്ഞ് അപേക്ഷിക്കണം. ഇത്രേ പറയാനുള്ളൂ.